സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം വയനാടൻ വ്ളോഗർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം തിളങ്ങി നിൽക്കുന്ന ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യൂട്യൂബിലും അതേപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും തരംഗമായി സ്വന്തം അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ കൂടി കൂടുതൽ വീഡിയോകൾ ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ 2 ബസ്സാണ് ഈ വയനാടൻ വ്ളോഗർ എന്ന് പറയുന്ന ആളും അവരുടെ കുടുംബവും നേടിയിരിക്കുന്നത്. 2 ടൂറിസ്റ്റ് ബസ്സാണ്. അപ്പോൾ ഇവർ നല്ല രീതിയിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുകഴിഞ്ഞു. നമുക്കറിയില്ല നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി നന്നായി വരുമ്പോൾ അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ അതിന് കുരു പൊട്ടുന്ന ആളുകൾ അവരെ പല രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവിനെ അല്ലെങ്കിൽ അവർ ചെയ്തു വരുന്ന കാര്യങ്ങൾ അത് മോശമാണെന്ന് പറഞ്ഞു വരുത്താനും ഒക്കെ പല രീതിയിലുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ആളുകൾ വരും. അപ്പോൾ ഈ വയനാടൻ വ്ളോഗറിനും സംഘത്തിനും സംഭവിച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ വയനാടൻ വ്ളോഗറും കുടുംബവും നമുക്കറിയാം ഇവർ കൂടുതലും വീഡിയോ ഇടുന്നത് ഭാര്യയും മക്കളും അതേപോലെ തന്നെ ഒരുമിച്ചുള്ള വീഡിയോസാണ് ഇവരുടെ കൂടുതൽ ഇടുന്നത്. ഫാമിലി വ്ളോഗ്സാണ് ഇവർ കൂടുതൽ ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോയിൽ ഈ കൂടുതൽ വീഡിയോയുടെയും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഈ അമ്മൂസ് എന്ന് പറയുന്ന ആൾ ഇവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഈ വയനാടൻ വ്ളോഗറിൻ്റെ. അപ്പോൾ ഈ അമ്മൂസിനെ പറ്റിയും അതേപോലെ തന്നെ കുടുംബത്തിനെ പറ്റിയൊക്കെ പല രീതിയിൽ ഇങ്ങനെ പ്രസ്താവനയായിട്ട് വരുന്ന ആളുകളുടെ പരാമർശങ്ങളൊക്കെ ഞാൻ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഈ അമ്മൂസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് പുള്ളിക്കാരിയെ പറ്റി ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ അത് സെക്ഷലി ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഞാൻ കൂടുതലായിട്ടും കാണാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം, എന്തുകൊണ്ട് ഇതിനൊന്നും റിപ്ലൈ അവർ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരാരും ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല, ബോധേഡാവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നീട് കൂടുതലും ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ വയനാടൻ വ്ളോഗർ ഇടുന്ന ഫോട്ടോയും വീഡിയോയും എല്ലാം കൂടുതലും എക്സ്പോസ് ചെയ്യുകയാണ്. അതായത് ഈ അമ്മൂസ് എന്ന് പറയുന്ന അവൻ്റെ ഭാര്യയെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ഉള്ളതുപോലെ തന്നെ പറയണമല്ലോ. ഞാൻ അതുകൊണ്ട് പറയുന്നതാണ്, കൂടുതലായിട്ടും എന്തെങ്കിലുമൊക്കെ അതായത് ഈ ശരീരഭാഗങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ട് റീച്ച് നേടിക്കാം അല്ലെങ്കിൽ ആ റീച്ച് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ചെയ്തു കൂട്ടുന്നൊരു പരിപാടിയാണെന്നുള്ളത് നമുക്ക് സാധാരണ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും. എന്തിനാണ് അങ്ങനെ ഒരു റീച്ച്? നമ്മൾ സാധാരണ ഒരു കാര്യത്തെപ്പറ്റി പറയാൻ വരുന്നുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അതല്ലെങ്കിൽ നമ്മളാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ഫേസ് കാണിച്ചാൽ പോരെ. എന്തിനാണ് അടുത്തിരിക്കുന്ന നമ്മുടെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ആണെങ്കിൽ അവരെ കാണിക്കുന്നത്? ഇതെങ്ങനെയെങ്കിലും തംബ്നെയിൽ കൊടുക്കുമ്പോഴും ഭാര്യയുടെ ഫോട്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോയാണ് കൊടുക്കുക, അല്ലെങ്കിൽ കവർ ഇമേജ് കൊടുക്കുമ്പോഴും ഭാര്യ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോയാണ് കൊടുക്കുക. ഇതെല്ലാം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലിയും വാച്ചേഴ്സ് അതിലേക്ക് കൂടുതലായിട്ട് കയറും. എന്നിട്ട് അവരുടെ കമൻറ്റുകൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവർ കമൻറ്റ് ഇടും. അങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ തെറി വിളിക്കും? കാരണം നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അവർ വന്ന് കമൻറ്റ് ഇടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കമൻറ്റ് ഇടുമ്പോൾ പിന്നെ എന്തിനാണ് അതിനെ പ്രതികരിക്കാൻ പോകുന്നതെന്നായിരിക്കും ഇവരും ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇവർ റിപ്ലൈ ഒന്നും കൊടുക്കാത്തത്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ റീച്ചിൽ കൂടി അവർ 2 ബസ് മേടിച്ച് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ അമ്മൂസിൻ്റെ വീഡിയോ കുറേ നാളുകൾക്ക് മുൻപ് ലീക്കായി. അതായത് ഇവർ രണ്ടും കൂടി കിടക്ക പങ്കിടുന്ന സ്വകാര്യ നിമിഷങ്ങൾ ലീക്കായി. അത് ടെലഗ്രാമിലും മറ്റുള്ള എല്ലാ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലും ഒക്കെ തരംഗമായി ഒരുപാട് പേര് കണ്ടു. എന്നിട്ട് അതിൻ്റെ പേരിലുള്ള ഒരു പരാമർശവുമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള അതിനെതിരെയുള്ള ഒരു സംസാര വിഷയവുമായിട്ടാണ് ഈ വയനാടൻ വ്ളോഗറും കുടുംബവും ഇന്നൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് ആ വീഡിയോ അല്ലെങ്കിൽ ഈ ലീക്കായിരിക്കുന്ന വീഡിയോ എങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്, അത് എന്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് ലീക്കാവാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ള രീതിയിലേക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ വീഡിയോ ശരിക്കുമുള്ള വീഡിയോ തന്നെയാണോ, അല്ലെങ്കിൽ അത് ആരാണ് ചെയ്തത്? ഇനി അതുമല്ലെങ്കിൽ എങ്ങനെ ആ വീഡിയോ ചെയ്യാനായിട്ട് ഇവരെ പ്രേരിതമാക്കി? എന്തുകൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ അവർ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കൂടുതൽ ആളുകൾ ഇവരെ വിമർശിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വയനാടൻ വ്ളോഗറും അതേപോലെ തന്നെ ഭാര്യയും വന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതായത് ഇവരുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തേക്ക് വന്നൊരു വിഷയം. ആ വിഷയം നമുക്ക് ആദ്യം എടുത്തൊന്ന് വീഡിയോ കണ്ടു നോക്കിയതിന് ശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ഫാമിലിയാണ്, ഒരു അമ്മയാണ്, എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ്. ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാലും ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട്. ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കയ്യിൽ എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം ഒന്ന് കാണിച്ചു. ഫോട്ടോ വെച്ചിട്ടാണ് അതെ, ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടു നടന്ന ഫോട്ടോ ഒന്നുമല്ല. അത് ആദ്യം കാണിച്ചു തരാം. ഇത് എന്റെ ഇൻസ്റ്റാ ഐ ഡി ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഇൻസ്റ്റാ ഐ ഡി ആണ് ഈ ഫോട്ടോ. ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഇന്ന് തന്നെ അക്കൗണ്ട് കിടക്കുന്ന ഫോട്ടോ ആണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാവരും വിചാരം ഞങ്ങളെന്തോ ഞങ്ങളുടെ ഫോണിൽ അറിയാതെ മിസ്സായതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു 4 വീഡിയോ, അത് ആരുടെയോ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടേതല്ല. ഒന്നാമത്തെ കാര്യം പറയാം, അത് ഞങ്ങളുടേതല്ല എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ. ഞങ്ങളുടെ 2 പേരെ കയ്യിലും ടാറ്റു നോക്കി കഴിഞ്ഞാൽ 2 കൈ ഞങ്ങളുടെ കയ്യിൽ ടാറ്റു ഉണ്ട്. അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ
ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് അത് ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ ഈ തന്തയ്ക്ക് പ്രക്കാഴിയെ ചെയ്തവന്മാരെ അംഗീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇവരെ ഇകഴ്ത്തിക്കൊണ്ടോ പറയുന്നതല്ല, അപകീർത്തികരമായിട്ടുള്ള പരാമർശം നടത്തുന്നതല്ല. പക്ഷേ ഒരു കാര്യം ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ ഒരു പ്രൈവസി നിങ്ങൾ ഷെയർ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന തോട്ട്സ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കാനുമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എത്രയോ കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. എത്രയോ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ഈ അമ്മൂസ് എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിങ്ങനെ സംസാരിക്കേണ്ട വിഷയം എന്താണ്? ഞാൻ അതിനുശേഷം ഒരുപാട് ഞാൻ പലപ്പോഴും ഇവരുടെ വീഡിയോ കാണാറുണ്ട്. കൂടുതലും ഈ പറയുന്ന കവർ ഇമേജ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്താണ് ഇതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും കയറി നോക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ ആ ഒരു ഇമേജ് കണ്ടതുകൊണ്ട് മാത്രം കയറി നോക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് കൂടുതലും റീച്ചിന് വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന പരിപാടി തന്നെയാണ്. ഏതൊരു വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, A to Z അവർ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോ നോക്കുമ്പോഴും അതിൽ 100 വീഡിയോ ഉണ്ടെങ്കിൽ 95 വീഡിയോയിലും ഈ അമ്മൂസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ല അവൻ്റെ ഭാര്യയുടെ ഫോട്ടോയാണ് അവൻ ഇട്ടിരിക്കുക, കവർ ഇമേജ്. എന്തിനാണ്? അല്ലെങ്കിൽ അത് മോശമായിട്ടിരിക്കുന്ന സിറ്റുവേഷനിലുള്ള ഫോട്ടോ ആയിരിക്കും ഇട്ടിരിക്കുക. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് കൂടുതൽ വാച്ച് അവർ കിട്ടാനും അതേ കൂടുതൽ വ്യൂവേഴ്സ് കയറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൽ കൂടി കുറച്ചുകൂടി റീച്ച് കിട്ടും. ഒരു ഭാര്യ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കാം, ഫാമിലി വ്ളോഗ് ചെയ്താൽ ഇങ്ങനെ റീച്ച് വരുമെന്ന് ചിന്തിക്കുന്ന പല ആളുകളുടെ സമൂഹമാണിത്. അത് തന്നെയല്ല നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു സാധാരണ ഒരു ഫോട്ടോ കിട്ടിയ ഒരു തല മാത്രം കിട്ടിക്കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് ഏതൊക്കെ രീതിയിലേക്ക് മാറ്റുമെന്ന് അറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ രണ്ടുകൂടിയുള്ള ഒരുമിച്ചുള്ള ഉറങ്ങുന്ന സമയത്തുള്ള ഫോട്ടോയും ഇവർ രണ്ടുകൂടി ഇരിക്കുമ്പോൾ പ്രൈവറ്റായിട്ട് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളും ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ വരെ പോലും ഇവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും എല്ലാം ഷെയർ ചെയ്യണം. എന്തിനാണ് അങ്ങനെ ഷെയർ ചെയ്യുന്നത്? ഉമ്മ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളാണ്, അത് നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ഇതുപോലെ എന്താ പറയുക, പണ്ടത്തെ അമ്മമാരുടെ ചിന്താഗതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാം. ഇത് ഈ നൂറ്റാണ്ടാണ് അല്ലെങ്കിൽ ഇത് 90s അല്ല ഇതെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് വരാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ AI ടൂൾ എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്ന നമ്മൾ തന്നെ അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് മോനെ നീ ഇതങ്ങോട്ട് എടുത്തോ, ഇത് നീ ഇങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവർ രണ്ടുകൂടിയുള്ളൊരു ഫോട്ടോ, ആ ഫോട്ടോയിൽ ഈ വയനാടൻ വ്ളോഗർ എന്ന് പറയുന്ന പയ്യൻ അദ്ദേഹം ഷർട്ട് ഇട്ടിട്ടില്ല, വൈഫ് നെഞ്ചിൽ കിടക്കുന്ന ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോ എടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് പല രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അതിന് എന്ത് തന്നെയാണെങ്കിലും എത്രയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അത് തന്നെയാണ് ശരിയെന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ? അപ്പോൾ അവർക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ അത് ഏതൊക്കെ രീതിയിലേക്കും വരുത്തിയെടുക്കാമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. അതിപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തിരിക്കുന്ന ഏതോവനാണെങ്കിലും തന്തയ്ക്ക് പ്രക്കാഴിയാണ് ചെയ്തതെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കുക തന്നെ വേണം. നമുക്കറിയാം, ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയോ വീഡിയോയോ മോശമായിട്ടുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനി എത്രയൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ അതിന് എത്രയൊക്കെ കള്ളമാണെന്ന് നമ്മൾ പറഞ്ഞു വരുത്താൻ ശ്രമിച്ചാലും അത് സത്യമാണെന്ന് വരുത്തുന്ന രീതിയിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും. പല ഗ്രൂപ്പുകളിലും ഈ പറയുന്ന അമ്മൂസ് എന്ന് പറയുന്ന ഈ വയനാടൻ വ്ളോഗറിൻ്റെ ഭാര്യയുടെ ഫോട്ടോ പോയിട്ടുണ്ടെന്ന് ഈ വയനാടൻ വ്ളോഗർ തന്നെ പറയുന്നുണ്ട്. അത് പല രീതിയിൽ പലരും ചർച്ച ചെയ്യപ്പെടുന്നു. അതിൽ കൂടുതലുമുള്ളത് ഈ കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞു ചെറുക്കന്മാരൊക്കെയാണെന്നാണ് പറയുന്നത്. എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങളെപ്പറ്റി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സമൂഹമുള്ളപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള സമയങ്ങൾ നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഉമ്മ കൊടുക്കുക, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എക്സ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ പോരെ. എന്തിനാണ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ കൂടുതൽ ആളുകൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. ചെയ്തത് എന്തായാലും പോക്രിത്തരം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു വളം വെച്ച് കൊടുക്കുന്നത് നമ്മളൊക്കെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് അതല്ല എന്ന് പറയാൻ സാധിക്കും? അപ്പോൾ ഇവർ പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്ക് കേട്ടു നോക്കാം. ഒന്നാമത്തെ കാര്യം, അതിൽ ചെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ മുഖമൊന്നും മര്യാദയ്ക്ക് മൊത്തത്തിൽ കാണുന്നില്ല. ഇങ്ങനെ പിടിച്ച എന്തോ ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ, അതായത് എനിക്കൊന്ന് നെറ്റി എങ്ങാണ്ട് ചെറുതായിട്ട് ഒരു ഫേസ് കട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. എഡിറ്റിംഗ് എനിക്കറിയില്ല ഇനിയിപ്പോ എഡിറ്റ് ചെയ്താണോ, പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കയ്യിൽ ടാറ്റോ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല മറുകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അതപ്പോ നിങ്ങൾക്ക് നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില്. ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ്, ആ ഒരു വോയിസ് കേൾപ്പിക്കാം മോസെ, ഒറ്റ വോയിസ് കേൾപ്പിക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ ചെക്കന്മാരതും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ. ഓരോ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില്. ഇന്നലെ നോക്കിയപ്പോ എത്ര 938 പേര് ഒരു ഗ്രൂപ്പില്. അതിൽ പകുതി മുക്കാലും ചെറിയ ചെറിയ ചെക്കന്മാരാണ്. നിങ്ങൾ ഈ രക്ഷിതാക്കൾ ആദ്യം ഒരു കാര്യം ചിന്തിച്ചു, ഇപ്പൊ ഫോൺ കൊടുക്കുമ്പോ നിങ്ങൾ ചെക്ക് ചെയ്യും നിങ്ങളുടെ മക്കളെ ഫോണില് ഗ്രൂപ്പ്. ടെലഗ്രാമിൽ ഞങ്ങൾ പൊക്കി. ഫസ്റ്റ് ഞങ്ങൾ അവനോട് പൊക്കണത് ടെലഗ്രാമിൽ പൊക്കിയിട്ട് തിരുവനന്തപുരം അവനെ പൊക്കിയിട്ട് ഞാൻ പറയാൻ പറ്റുന്നില്ല. നീ ആദ്യം ഒരു ഞാൻ കേൾപ്പിച്ചു ഒരുത്തൻ മാപ്പ് പറയുന്നു. ഒരുത്തനല്ല, ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്തൊരു പറഞ്ഞാലും തീരൂലെന്ന് എനിക്കറിയാം.
ചെറിയ ചെറിയ ഞാൻ പറഞ്ഞു, ഈ ചെക്കന്മാര് പറയുന്ന കാര്യം എന്റെ വീട്ടിൽ അച്ഛനില്ല, അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ചില ആൾക്കാർ പറയാ ഇത്ര ലക്ഷം കൊടുത്ത് എന്നെ പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ പുറത്തറിഞ്ഞ എന്റെ വീട്ടുകാരറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കന്മാർ ഈ പറയുന്നത്. നിങ്ങൾ രക്ഷിതാക്കള് മക്കളെ ശ്രദ്ധിച്ചാല് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും, ഈ മക്കളൊക്കെ വല്ലവരും ജയിലിൽ പോകും. വേറെ എന്തെങ്കിലും കാണിച്ചെന്തെങ്കിലും ആയിത്തീരും. മനസ്സിലാക്കിക്കോ. കാരണം ഏറ്റവും വിഷമം ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് എല്ലാം ഫേക്ക് ഐഡിയ, വീഡിയോ ലീക്ക്ഡ്. അതിന്റെ ഒറ്റ കാര്യം പറയും, മേല് എന്റെ വീഡിയോയുടെ അടിയിലോ അവളുടെ വീഡിയോയുടെ അടിയിലോ വന്ന് ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെതല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരാം. ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര് ഇത് കണ്ടില്ലേ? ഇതിൽ ശരിക്കും പറഞ്ഞാൽ തെറ്റ് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് വയനാടൻ വ്ളോഗറിൻ്റെയും കുടുംബത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇങ്ങനെയൊരു സമൂഹം നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു യുവജനത നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ, നമ്മുടെ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ തന്നെയല്ലേ അവർക്ക് വേണ്ടിയിട്ട് ഈ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിരുന്നത്. ഞാൻ ഈ സൈഡിൽ കുറേ വീഡിയോയും അതേപോലെ തന്നെ ഇവരുടെ ഫോട്ടോയൊക്കെ ഞാൻ ഈ സൈഡിൽ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള വീഡിയോയും ഫോട്ടോയും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചിന്താഗതിയുള്ള ഈ മെൻറ്റാലിറ്റിയുള്ള ആരാണെങ്കിലും അവരതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കും അല്ലേ? അത് സോഷ്യൽ മീഡിയയിൽ ഇവർ കൂടുതലും ഷെയർ ചെയ്യുമ്പോൾ ഇവർക്ക് കൂടുതലും കമൻറ്റ് കിട്ടുന്നു, ലൈക്ക് കിട്ടുന്നു എന്ന് കാണുമ്പോൾ ഇവർ കൂടുതലും അത് തന്നെ ഷെയർ ചെയ്യാൻ നിൽക്കും. എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഇത് പെയ്ഡായിട്ട് വീഡിയോയും ഫോട്ടോയും അയച്ചു തരാം, അതിന് പൈസ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഇവരുടെ ഈ ഫോട്ടോയും വീഡിയോയും വന്നിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെയും ഇതുപോലെ ഈ ഫോട്ടോയും വീഡിയോയും കൂടി ഇട്ടിട്ട് ഇതിന് ഇത്ര രൂപ തന്നാൽ അയച്ചു തരാമെന്നാണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇവരും പറയുന്നത്. 900-ന് മുകളിൽ ആളുകൾ ഈ പറയുന്ന ഫോളോ എന്നൊരു ചാനലാണ്, ടെലഗ്രാമിലുള്ള സ്വർഗ്ഗവാതിൽ എന്ന് പറയുന്ന ചാനൽ. ആ ചാനലിലാണ് ഈ പറയുന്ന അമ്മൂസിൻ്റെ ഫോട്ടോ ലീക്ക് ആയിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് പോലും നിങ്ങൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളെ പറ്റിയും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഫോട്ടോയും വീഡിയോയും നിങ്ങളുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ പോലും പങ്കിടാനായിട്ട് വരുമ്പോൾ അത് ഏതൊക്കെ രീതിയിലേക്ക്, അതൊരു സാധാ ഒരു ഫോട്ടോ കിട്ടിയാൽ ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫോട്ടോ, ഇവർ ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ, ഇവർ കെട്ടിപ്പിടിച്ച ഒരു കിടക്ക പങ്കിടുന്ന ഫോട്ടോ, ഇവർ നടക്കുമ്പോഴുള്ള ഇവരുടെ മോശമായിട്ടുള്ള, അതായത് ഇവരുടെ ഡ്രസ്സിങ് മോശമായിട്ട് വന്നിട്ട് അതിൽ പല രീതിയും പല ഭാഗങ്ങളും എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഫോട്ടോ, ഇതൊക്കെ കിട്ടുമ്പോൾ ഇത് ഷെയർ ചെയ്യാനായിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു മനോവികാരം ആ സമയത്ത് കുറച്ചുകൂടി അങ്ങോട്ട് ഉന്മേഷമായിട്ട് ഇവർ ഇതുകൂടെ എടുത്തങ്ങോട്ട് ഷെയർ ചെയ്യും. ഒരു നോർമൽ ഫോട്ടോയും ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനത്തെ ഒരു ഫോട്ടോയും കൂടി ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും 10 പേര് അതിന് കമൻറ്റ് ഇടും. ആ കമൻറ്റ് ഇടുമ്പോൾ ആ കൂടുതൽ ആളുകൾക്ക് ഇതിലേക്ക് റീച്ച് വരും, അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ ഫോട്ടോ മേടിക്കാനായിട്ട് കുറേ ആളുകൾ പൈസ കൊടുക്കും. അപ്പോൾ ഇതിൽ കൂടി ഇവർ ചെയ്യുന്ന എന്താണ്, ഇവർ ഇങ്ങനെയുള്ള പിള്ളേരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിള്ളേർക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഇവർ വീണ്ടും ഫോട്ടോയും വീഡിയോ എടുത്തിട്ടുകൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന എല്ലാ തന്തയില്ലായ്മയും പോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ല, നമ്മളുടെ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ, നമ്മുടെ ഭാര്യയോ മക്കളോ പെങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സൈഡിലേക്ക് അത് മനസ്സിലാക്കി മാറ്റി നിർത്തി ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. അല്ലാതെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോയ്ക്ക് റീച്ചിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാലേ അത് ഒരുമാതിരി എന്താ പറയുക, മോശപ്പെട്ട പ്രവൃത്തി എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ബസ് 2 ബസ് വാങ്ങി, ഇനി 3ാമത്തെ ബസ് വാങ്ങാനായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇവർ വരുന്നതെന്നാണ് പലരും പറയുന്നത്. എനിക്കും അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. പലരും അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിൻ്റെ വീട്ടിലുള്ളവർക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ തെറ്റ് പൂർണ്ണമായിട്ടും ഈ പറയുന്ന വയനാടൻ ബ്ലോഗറിൻ്റെയും ഫാമിലിയുടെയും ഭാഗത്ത് തന്നെയാണ്. കാരണം ഇവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഇവരുടെ ഒരു വീഡിയോ ഒക്കെ പങ്കിടുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അത് തന്നെയാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് പിള്ളേർ ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊപ്പം തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള AI ടൂൾ കൂടിയുണ്ട്. ഒരു ഫോട്ടോ എടുത്തങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഫോട്ടോ ന്യൂഡ് ഫോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ മാറ്റി കൊടുക്കപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിള്ളേർ ഇത് ഉപയോഗിച്ചുകൊണ്ട് അതിന് റീച്ച് കിട്ടാൻ വേണ്ടി, ഇനി ഇത് ഉള്ളതാണോ അല്ലാത്തതാണോ നമുക്കറിയില്ല, എന്ത് തന്നെയാണെങ്കിലും അത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിക്കുന്നവർ മണ്ടന്മാരെ, ഇവന്മാരുടെ എല്ലാം മനോവികാരം എന്താണെന്ന് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു കാശ് കൊടുത്തിട്ട് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവന്മാർക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ഇത് പിള്ളേർ വീട്ടിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വയനാട് ബ്ലോഗർ പറഞ്ഞൊരു കാര്യത്തിനോട് യോജിക്കുന്നില്ല. കാരണം ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ ഫോണിൽ നിങ്ങളിടുന്ന ഫോട്ടോയും വീഡിയോയും കാണുമ്പോൾ ആ പിള്ളേർ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടുള്ള തെറ്റ് നിങ്ങൾക്ക് മാത്രമാണ്. എത്രയോ വ്ളോഗേഴ്സ്, എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരാരും ഇതുപോലത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നില്ല. നിങ്ങൾ പല തവണയും ഇതുപോലത്തെ പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുണ്ടല്ലേ, മുൻപ് ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും ആളുകൾ, ഒരാൾ പോലും ഇത്രയും ഈ രീതിയിലുള്ള ഒരു ഹരാസ്മെൻറ്റ് ഫേസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അവരൊക്കെ മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ട് മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ പുറത്ത് പോകുന്നൊരു വ്യക്തിയാണ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തെ കൾച്ചർ ഇങ്ങോട്ടേക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഇവിടെയുള്ള ആളുകൾ എടുക്കുന്ന രീതി ഏതൊക്കെ രീതിയിലായിരിക്കും നമുക്കറിയില്ല. അതെന്തൊക്കെ രീതിയിൽ തന്നെയാണെങ്കിലും നമ്മളിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഒരു പബ്ലിക് പേഴ്സണാലിറ്റി ആയിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത്
കുറേ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതിനെപ്പറ്റി ഒട്ടും അവെയർ അല്ല എന്ന് പറയുമ്പോഴേ അതങ്ങോട്ട് ചിന്തിക്കാൻ കുറച്ച് പാടാണ് വയനാടൻ വ്ളോഗറെ. അപ്പോൾ ഞാനിത് മോശമായിട്ട് ഞാൻ പറയുന്നതല്ല, അമ്മൂസിനെ പറ്റി ഞാൻ ഇകഴ്ത്തി പറയുന്നതല്ല. പക്ഷേ ഇത് അമ്മൂസ് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവ് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണം. നമ്മൾ ഈ കഴിഞ്ഞ മാസമാണ് തോന്നുന്നു ഒരു വിഷയം കണ്ടു. ഈ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്നവൻ വൈഫ് കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് വൈഫ് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിനക്ക് എല്ലായിടത്തും വീഡിയോ എടുക്കണോ, ഞാൻ അത് ചെയ്യുമ്പോൾ എടുക്കണം, ഇത് ചെയ്യുമ്പോൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് എന്താണ് ഇവർ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് തംബ്നെയിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കവർ ഇമേജ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് ഞാൻ ശ്രദ്ധിക്കണം. ഞാനത് തെറ്റായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷേ തെറ്റായിട്ട് കാണുന്ന ഒരു സമൂഹമുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ അതിനൊപ്പം തന്നെ ജീവിച്ചില്ലെങ്കിൽ അത് കുറച്ച് പാടാണ്. നമ്മുടെ സമൂഹത്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ നമ്മൾ ആ സമൂഹത്തിലുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവുമ്പോൾ നമ്മളായിട്ട് കുറച്ച് മാറിയില്ലെങ്കിൽ ഇതുപോലെയുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ആ പെണ്ണിൻ്റെ വീഡിയോ എങ്ങനെ ലീക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിക്കാനും അത് കാണാനായിട്ട് എത്ര ആളുകളായിരിക്കും ഉണ്ടാവുക. ആ പെണ്ണിൻ്റെ ജീവിതത്തിൽ ആ പെണ്ണ് പുറത്തിറങ്ങി നടക്കുമ്പോൾ, അമ്മൂസേനെ പറയുന്നുണ്ട്, പുറത്തിറങ്ങി നടക്കുമ്പോൾ മറ്റുള്ള ആളുകൾ ഇത് കണ്ടിട്ടുണ്ടോ എന്നുള്ള പേടിയാണ് എനിക്ക്. അത് എത്ര പേരോട്, 10 പേര്, ഇതിപ്പോൾ 1000 പേര്, ലക്ഷങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അവരോടൊക്കെ പോയി പറയാണ് ഇത് എൻ്റെ വീഡിയോ അല്ലെന്ന് ആ വ്യക്തി തന്നെ വന്ന് പറഞ്ഞാലും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇതിങ്ങനെ ലീക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാം റിമൂവ് ആക്കാനായിട്ട് സൈബർ സെല്ലിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ. എന്നാലും എല്ലാവരുടെ മനസ്സിൽ ഇത് അമ്മൂസിൻ്റെ വീഡിയോ തന്നെയാണ്, വയനാടൻ വ്ളോഗറിൻ്റെ വീഡിയോ തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. എന്തൊരു കഷ്ടമാണല്ലേ അവസ്ഥ എന്ന് പറയുന്നത്. ബാക്കി ഒന്ന് കണ്ടുപോകാം. ഇത് കണ്ടവര് ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം, എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് അതായിരിക്കും. നിങ്ങൾ ആലോചിച്ചോ. എനിക്ക് സത്യം പറയാം, എനിക്ക് പുറത്തിറങ്ങുമ്പോ എനിക്ക് അത്രയ്ക്ക് സങ്കടം വരുന്നത്. ഒരാൾക്കാരെ നോക്കുമ്പോ അയ്യോ ഇവരാണോ, അല്ലെങ്കിൽ ഇവരങ്ങനെ നമ്മളെ കാണുമോ, ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഫോട്ടോ അതിൽ വെച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങളുടേതാണത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. സത്യം പറയാം, വെറുതെ വിടൂല ഒരൊറ്റ. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവന്റെ ഏറ്റവും വലിയൊരു കാര്യം ഒരു കണ്ടന്റ് ആണ്. ആ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇവനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെതിരെ എനിക്കെതിരെയും വിഷയം വന്നേക്കാം. എന്ത് തന്നെയാണെങ്കിലും വയനാടൻ വ്ളോഗർ ഇപ്പോൾ ഒരു പറഞ്ഞ കാര്യം, അതായത് ഈ ഫോട്ടോ ഷെയർ ചെയ്തവനും മേടിച്ചവനും കൊടുത്തവനുമെല്ലാം ഞാനത് കാണിച്ചു തരാം, എൻ്റെ ഏറ്റവും വലിയ കണ്ടന്റ് അത് തന്നെ ആയിരിക്കും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇതൊക്കെ കേവലം ഒരു കണ്ടന്റ് ആണോ വയനാടൻ വ്ളോഗർ? എനിക്ക് ഇവൻ്റെ പേരറിയില്ല. ഇതൊക്കെ ഒരു കണ്ടന്റ് ആണോ? സ്വന്തം ഭാര്യയുടെ ഫോട്ടോയും വീഡിയോയും ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണോ? അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഇവിടെ കിടന്നിട്ട് പ്രസംഗം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു കണ്ടന്റായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ പെണ്ണിനെ ഈ പറയുന്ന രീതിയിൽ വിറ്റ് ജീവിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. അല്ലാതെ അതിനൊരു കണ്ടന്റ് എന്ന് പറയുന്നതിലല്ലല്ലോ കാര്യം. ഈ ചെയ്തവന്മാരുടെ ഫോട്ടോ അടക്കം എന്തായാലും വരണം. അതോടൊപ്പം തന്നെ ഈ കണ്ടന്റ് എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല. കാരണം ഇത് തന്നെയാണ് പുള്ളിയുടെ മനസ്സിലും. ഞാൻ മുൻപും പറഞ്ഞു, ഇടുന്ന ഫോട്ടോയും വീഡിയോയിലും എല്ലാം തംബ്നെയിലും അതേപോലെ കവർ ഇമേജും കൊടുക്കുന്നത് എങ്ങനെയുള്ള ഫോട്ടോസ് ആണെന്ന് എല്ലാവർക്കും അറിയല്ലേ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതും കണ്ടന്റിന്റെ ഭാഗമാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പോകുന്ന വിഷയങ്ങളാണ് നമ്മൾ കാണുന്നത്. ബാക്കി കണ്ടുപോകാം. ഏജിന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ അതൊന്നും പരിഗണിക്കില്ല. ഇത്രയും ഭയങ്കര ധൈര്യത്തോടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരിത്. എല്ലാവർക്കും ഒരു കുഴപ്പമില്ല, ആരും നമ്മളടുത്ത് ചോദിക്കാൻ വരില്ല എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. എത്ര പ്രായം കുറവുള്ള മക്കളെന്നറിയോ, എല്ലാ ഏറ്റവും സത്യ കാര്യങ്ങൾ അറിയാം. നമുക്ക് പോലെ ഇത്രയും സോഷ്യൽ മീഡിയ എല്ലാ കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് പോലെ അറിയാത്ത കാര്യങ്ങൾ അവന്മാർക്ക് അറിയാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ഫാമിലിയാണ്, ഞാൻ ഒരു അമ്മയാണ്, എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞാൽ മനസ്സിലാവൂല. അവനാന്റെ വീട്ടിൽ അവനാന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ അവസ്ഥ വരുമ്പോ അന്നേരം മനസ്സിലാവും. ഇനി എന്റെ വീടിന്റെ കമന്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2 വർഷം ഞാൻ പറയാം, ഒരു പെണ്ണിനെ പറ്റി ഒരു കമന്റ് ഇട്ട 2 വർഷം വരെ തടവുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല ആ കാര്യത്തില്. ഈ ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഈ ഗ്രൂപ്പ് അതേപോലെ കുറെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതേപോലെ കമന്റ് ഇട്ടവന്മാര് കുറെ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നിങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എവിടെ നിന്ന് സാധനം കിട്ടി. വയനാടൻ വ്ളോഗറെ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മളൊരു കാര്യം എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അവർക്ക് തിന്നാൻ ഇട്ട് കൊടുത്തിട്ട് അവരതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് അത്രയും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുത്തൊരു കാര്യം കൊണ്ടല്ലേ, നമ്മുടെ ഭാഗത്ത് തെറ്റുകൊണ്ടല്ലേ അങ്ങനെ വന്നത്. അമ്മൂസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പലതരത്തിലുള്ള ഫോട്ടോയും വീഡിയോയും നിങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്, അല്ലാതെ നാട്ടുകാരല്ല. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അതിൽ എടുത്തു പറഞ്ഞു, ആദ്യം മുതൽ അവസാനം വരെ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും, വീട്ടിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പ്രണയം അല്ലെങ്കിൽ റൊമാൻസ്, ഇതൊക്കെ വീട്ടിലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിപ്പിച്ച് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എത്ര സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എത്ര റീച്ചിൽ പോകുന്ന ആളുകളുണ്ട്. അവരാരും ഫേസ് ചെയ്യാത്ത അല്ലെങ്കിൽ അവർക്ക് ആർക്കും ഉണ്ടാവാത്തൊരു വിഷയമാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അത് എന്തുകൊണ്ടുണ്ടാവുന്നു? നിങ്ങളുടെ ഈ തരത്തിലുള്ള ഫോട്ടോയും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ കൂടി ഉണ്ടാവുന്നതാണ്. ഞാൻ അവരെ കുറ്റം പറയല്ല, ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ഇത് നാളെ എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ആർക്കും വരാവുന്ന ഒരു വിഷയം തന്നെയാണ്.
ടൂൾ ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളും വരാം. നമ്മൾക്ക് അപ്പോൾ ഈ രീതിയിൽ പ്രതികരിച്ചേ പറ്റും. പക്ഷേ റീച്ചിന് വേണ്ടി സ്വന്തം ഭാര്യയും മക്കളെയും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരെയും ഇങ്ങനെ ഈ പറയുന്ന ഫ്രണ്ടിലേക്ക് പ്രദർശിപ്പിക്കുന്നവർക്കൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു മറുപടി തന്നെയാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും വയനാടൻ വ്ളോഗറിനും കുടുംബത്തിനും അവർക്ക് പറ്റിയൊരു കാര്യത്തെപ്പറ്റി നല്ല രീതിയിൽ അവർക്കത് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവന്മാരെ പിടിക്കാൻ സാധിക്കട്ടെ. അത് സത്യമാണോ അല്ലേ എന്നുള്ളത് തെളിയട്ടെ. പക്ഷേ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയനാടൻ വ്ളോഗർ ആണെങ്കിലും ഏതൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ സ്വന്തം അമ്മയെ, അച്ഛനെ, അനിയനെ, പെങ്ങളെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മളിതൊക്കെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ പോയേക്കാം എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക. പിന്നീട് എന്തെങ്കിലും കോൺസിക്വൻസസ് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നാലെ പോവുകയോ അല്ലെങ്കിൽ അതെടുത്തിട്ട് റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുകയോ ചെയ്യുന്നതിലല്ല കാര്യം. അത് വരാതെ എങ്ങനെ നോക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം പുറത്ത് വരട്ടെ. എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാത്തിനും പിടിച്ച് പൊക്കിയെടുത്ത് അകത്തിടാൻ സാധിക്കട്ടെ. ഇനി ഈ തന്തയ്ക്ക് പ്രക്കാഴിക ഉണ്ടാവാതിരിക്കട്ടെ. പ്രായമൊന്നും അതിലൊരു കാരണമാവാതെ ഇരിക്കട്ടെ. പ്രായമോ കോപ്പോ ഒന്നും നോക്കാതെ ഇവന്മാരെല്ലാം പിടിച്ച് അകത്തിടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.